നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അതിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. എക്സ്ട്രാക്ഷൻസ് ഓഫ് അലൂമിനിയത്തിൻ്റെ മുഴുവൻ പറയുന്നില്ല, അലൂമിനിയത്തിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ്. അത് തന്നെ അലോയ് സ്റ്റീൽസ് എന്താണ്? അലോയ് സ്റ്റീൽസ് ആർ പ്രിപ്പയർഡ്. എങ്ങനെയാണ് പ്രിപ്പയർഡ് ചെയ്യാം? അലോയ് സ്റ്റീൽസ് ആർ പ്രിപ്പയർഡ് ബൈ ആഡിങ് അതർ മെറ്റൽ ടു സ്റ്റീൽ. നമ്മൾ നോർമലായിട്ടുള്ള സ്റ്റീലിലേക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് എന്താണ് മെറ്റൽസ് ആഡ് ചെയ്തിട്ട്, ചില മെറ്റലുകൾ ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? അലോയ് സ്റ്റീൽസ് നിർമ്മിക്കുന്നത്. ക്ലിയർ? നോർമലായിട്ടുള്ള സ്റ്റീൽസിൽ some ingredient like some adding some metals എന്താണ് ചേർത്തിട്ടാണ് നമുക്ക് അലോയ് സ്റ്റീലുകൾ നിർമ്മിക്കുന്നത്. നമുക്ക് കുറച്ച് അലോയ് സ്റ്റീലുകൾ പരിചയപ്പെട്ടാലോ? നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം സ്റ്റെയിൻലെസ് സ്റ്റീൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ യൂസേജിൽ ഒന്ന് നമുക്ക് എന്താ പറയാം, പാത്ര നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് പറയാം. അതിന് മുമ്പേ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉപയോഗിക്കുന്ന അതിൽ നമ്മൾ ചേർക്കുമെന്ന് പറഞ്ഞല്ലോ മെറ്റൽസ്. അത് ഏതൊക്കെ മെറ്റൽസുകളാണ് യൂസ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എലമെൻറ്റ്സ്. അതിൽ എന്തൊക്കെ മെറ്റൽസുകളാണ് അതായത് സ്റ്റീലിൽ എന്താണ് ചില മെറ്റലുകൾ ചേർത്തിട്ടാണ് അലോയ് സ്റ്റീലുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്ത് മെറ്റൽസാണ് ഇതിൽ ചേർക്കുന്നത് നോക്കാം. എന്തൊക്കെ മെറ്റൽസാണ് ചേർക്കുന്നത്? അയേൺ, Fe അല്ലേ, ക്രോമിയം, നിക്കൽ, കാർബൺ. ഇത്രയും മെറ്റലുകളാണ് ഇത്രയും എലമെൻറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ചേർക്കുന്നത്. ഏതൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചേർക്കുന്ന എലമെൻറ്റുകൾ? ഏതൊക്കെയാണ്? അയേൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അയേൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അയേൺ, ക്രോമിയം, നിക്കൽ, കാർബൺ. അത് ഓർമ്മിച്ച് അങ്ങനെ തന്നെ പഠിക്കണം. ഇതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഹാർഡാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാർഡാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് എന്തിനൊക്കെയാണ് ഹാർഡാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഒക്കെ ഹാർഡായിരിക്കും. സോ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മാനുഫാക്ചർ ഓഫ് അഡൻസിൽസ്. എന്താണ് മാനുഫാക്ചർ അഡൻസ്? അതായത് നമ്മുടെ പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ പാർട്ട് ഓഫ് വെഹിക്കിളിൻ്റെ പാർട്ടുകൾ, അതായത് നമ്മുടെ വാഹനങ്ങളുടെ എന്താണ് ചില ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് എന്തുപയോഗിക്കുന്നു? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഈ വാഹനങ്ങളുടെ ഈ പാർട്ടുകൾ നിർമ്മിക്കാൻ കാരണം ഇത് ഹാർഡ് കൂടുതലാണ്. അതുകൊണ്ട് അധികം എന്ത് ചെയ്യില്ല, പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അമർത്തി ഇതാക്കിയാലൊക്കെ പൊട്ടുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഹാർഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിൽക്കുള്ളൂ ഇല്ലേ, പെട്ടെന്ന് അല്ലെങ്കിൽ പൊട്ടിപ്പോകില്ലേ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ സ്റ്റീൽ ഇതുപോലെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്ര ഉറപ്പൊന്നും ഉണ്ടായിക്കൊള്ളില്ല, ഹാർഡ്നെസ് ഉണ്ടായിക്കൊള്ളില്ല. അപ്പം സാധാരണ സ്റ്റീലിലേക്ക് ഈ അയേൺ, ക്രോമിയം, നിക്കൽ, കാർബൺ ചേർക്കുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് കൂടും. ആ ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും. അതാണ് നമ്മൾ പാത്ര നിർമ്മാണത്തിനും അതുപോലെ വെഹിക്കിൾസിൻ്റെ നിർമ്മാണത്തിനൊക്കെ എന്ത് ചെയ്യുന്നത്, വെഹിക്കിളിൻ്റെ പാർട്സുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അൽനിക്കോ. അൽനിക്കോ പറയുന്നതിന് മുമ്പേ നിക്രോം പഠിക്കാം. എന്തുകൊണ്ടാണ് നിക്രോം അൽനിക്കോ പറയുന്നതിന് മുമ്പ് നിക്രോം പഠിക്കാൻ കാരണം എന്നറിയാമോ? നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും നിക്രോമിൻ്റെയും എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളൊന്ന് നോക്കി നോക്കൂ. രണ്ടും സെയിം തന്നെ അല്ലേ? അയേൺ, നിക്കൽ, ഇതവിടെ നിക്കലുണ്ട്. ക്രോമിയം, ഓക്കെ, കാർബണ് അല്ലേ? അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിലും നിക്രോമിലും അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് എലമെൻറ്റ്സ്, അതിൽ ചേർക്കുന്ന എലമെൻറ്റുകളെല്ലാം സെയിം ആണ്. പക്ഷേ എന്തുകൊണ്ട് നമുക്കിതിന് വ്യത്യസ്ത സ്വഭാവം ഉണ്ടാകുന്നു?
അതെന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ ഈ നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ആ സിസ്റ്റം ഓർഡറിലൂടെ പറയാം. ഓക്കെ, അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് സെയിം അത് തന്നെ പഠിച്ചാൽ മതി. സ്റ്റീലിൽ എന്താണോ ഉള്ള അതേ കൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സിൻ്റെയാണ് നമ്മുടെ നിക്രോമിലുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. ഹൈ റെസിസ്റ്റിവിറ്റി, അതായത് ഹീറ്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും കടത്തി വിടില്ല, അതിനെ റെസിസ്റ്റ് ചെയ്ത് വെക്കും. റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫലമായിട്ട് കറണ്ടൊക്കെ ഇതിലൂടെ വരികയാണെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്ത് വെക്കും. നിക്രോമിൻ്റെ കേസാണ്, എല്ലാ സ്റ്റീലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ സാധാരണ സ്റ്റീലിൽ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ, കൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് എലമെൻറ്റ്സ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ റെസിസ്റ്റിവിറ്റി കൂടുന്നു. ഓക്കെ, അപ്പം റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ താപം കൂടും, താപം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുത്തിട്ട് ആ ഇലക്ട്രിസിറ്റിയെ മുഴുവൻ കടത്തിവിടാതെ വെച്ചിട്ടുണ്ട് അവിടെ ഹീറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടാകുന്നു. എന്താണ്? ഫോർ മേക്കിംഗ് എ ഹീറ്റിംഗ് കോയിൽ. ഇത് നിർമ്മിക്കുന്നത് ഹീറ്റിംഗ് കോയിലിൻ്റെ നിർമ്മാണത്തിനാണ്. ഹീറ്റിംഗ് കോയിലിൻ്റെ നിർമ്മാണത്തിനാണ്. അപ്പോൾ ഹീറ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഹീറ്റിംഗ് കോയിലിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടും ഹീറ്ററിൻ്റെ ഉള്ളിലൊക്കെ നിക്രോം കണ്ടൻ്റാണ് ഉപയോഗിക്കുന്നുണ്ടാകുക. ഹീറ്റർ, ഓക്കെ, നിങ്ങൾ സോൾഡറിങ് അയൺ, ഇതിനൊക്കെ സോൾഡറിങ് അയൺ കണ്ടിട്ടുണ്ടാകും. അതിനൊക്കെ എന്താണ്? ഈ നിക്രോം എന്ന സബ്സ്റ്റൻസുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, സെയിം കൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആണ് ഉണ്ടാകുന്നത്, പക്ഷേ എന്തുകൊണ്ട് വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു എന്ന്. നിങ്ങൾ കുറച്ച് ചായ ഉണ്ടാക്കുന്നു. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാകാം? ചായപ്പൊടി, പാൽപ്പൊടി, വെള്ളം, പഞ്ചസാര അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പാലുണ്ട്, പാല് അതൊക്കെ ഇടുക അല്ലേ? പാൽപ്പൊടിയാണെങ്കിൽ പാൽപ്പൊടി, എന്താണോ ഉള്ളത് ആ സബ്സ്റ്റൻസുകളെല്ലാം ഉണ്ടാക്കും. ഇതേ എല്ലാവരും ഈ സാധനം വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ചിലരുണ്ടാക്കുന്ന ചായക്ക് രുചി നല്ല രസമുണ്ടാകും. ചില ആളുകൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എന്താണ്ടാവും? ചായയുടെ രുചി കുറവുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? ചില ആളുകൾ ചിലപ്പം വെള്ളം കൂടുതലായിരിക്കും, ചില ആളുകളുടെ എന്ത് ചെയ്യും ചായപ്പൊടി കുറച്ച് കൂടുതലായിരിക്കും ഇട്ടിട്ടുണ്ടാകുക അല്ലേ? ചില ആളുകളുടെ പഞ്ചസാര കൂടുതലായിരിക്കും ഇട്ടിട്ടുണ്ടാകുക അല്ലേ? അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാവരും ഉണ്ടാക്കുന്നത് ചായ തന്നെയാണ്, പക്ഷേ എല്ലാത്തിലും വ്യത്യസ്ത അളവിലാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ ഇൻഗ്രീഡിയൻറ്റ് ആ ചായയിൽ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകുന്നത് അല്ലേ? എല്ലാം ചായ എന്ന് പറയും, പക്ഷേ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. കൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം നിക്രോമിൻ്റെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും സെയിം ആണ്. പക്ഷേ അതിൽ എടുത്തിരിക്കുന്ന അളവുകൾ ആനുപാതികമായിട്ടുള്ള അതിൻ്റെ അളവുകൾ എന്താണ്? വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം ഉണ്ടാകുന്നത്, പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവം കാണിക്കാൻ കാരണം ഇതിന് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് സെയിം ആയാലും അതിൻ്റെ അളവുകൾ, ആനുപാതികമായിട്ടുള്ള അളവുകൾ, ഓക്കെ, അതിൻ്റെ റേഷ്യോ വ്യത്യസ്തമായിരിക്കും. ക്ലിയർ? അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ കാരണം. അത് ചോദിക്കുന്നതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനും നിക്രോമിനും അടങ്ങിയിരിക്കുന്ന കൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾ സെയിം ആണ്, പക്ഷേ എന്തുകൊണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു? കാരണം ഇൻഗ്രീഡിയൻസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, സെയിം ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അതിൽ റേഷ്യോ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. ഇനി അടുത്തത് അൽ നിക്കോയിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അൽ നിക്കോയിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അയേൺ, നിക്കൽ, അലൂമിനിയം, അയേൺ, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട്. അയേൺ, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട്. അൽ നിക്കോ എന്ന് പറഞ്ഞാൽ AL അല്ലാണ്, അൽ, അത് പഠിച്ചേക്കാൻ ഓർമ്മ വയ്ക്കുക. അൽ നിക്കോ, NICO അല്ലേ? അൽ നിക്കോ അങ്ങനെ പഠിച്ചാൽ മതി. അതിൻ്റെ കൂടെ അയണും കൂടി ഉണ്ടെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അൽ നിക്കോ, അൽ AL ഉണ്ട്, NI ഉണ്ട്, CO, അൽ നിക്കോ. അതിന് കൂടെ അയണും കൂടി ഉണ്ടാകും എന്നുള്ള ഓർത്ത് വെക്കണം. കാരണം ഇതിൽ ഇങ്ങനെയും ചോദിക്കാം, അതായത് അൽ AL NI CO. ഇത് പിന്നെ അയണും തരും, വേറെ ഏതൊക്കെയെങ്കിലും
എലമെൻറ്റ് കാണിച്ചിട്ട് ഇതിൽ ഏത് എലമെൻറ്റുകളാണ് വിട്ടുപോയത്, ഏത് എലമെൻറ്റുകളാണ് ഇനി വേണ്ടത്, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അൽനിക്കോയിൽ AL അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് നിങ്ങൾക്ക് എല്ലാവരും ഓർമ്മ ഉണ്ടാവും. പക്ഷെ അയണും കൂടി എല്ലാത്തിലുണ്ടാവും. ഓക്കെ, അത് പറഞ്ഞ ഏത് അലോയ് സ്റ്റീലിൽ എന്ത് നിർബന്ധമാണ്? എന്ത് ഓർത്ത് വെച്ചാൽ മതി. ഏത് അലോയ് സ്റ്റീലിലും ഇതുണ്ട്, നമ്മുടെ അയൺ ഉണ്ട്. ഓക്കെ, അയൺ ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ അൽനിക്കോയിൽ ഏതാണ് മിസ്സിംഗ് എന്ന് വെച്ചാൽ, അൽനിക്കോ നമുക്ക് കുറച്ചില്ല, അലൂമിനിയം, നിക്കലും, കൊബാൾട്ടും ഉണ്ട്. പക്ഷേ എന്താണ്, എല്ലാ അലോയ് സ്റ്റീലിലും ഇരുമ്പും ഉണ്ടാവും, Fe ഉണ്ടാവും. അത് ഓർത്ത് വെച്ചാൽ Fe കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ? ഇനി അതിൻ്റെ അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ പ്രധാന പ്രോപ്പർട്ടീസാണ് മാഗ്നറ്റിക് നേച്ചർ. അൽനിക്കോ എന്താണ്, കാന്തത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ അൽനിക്കോ വയ്ക്കുന്നത്. മാഗ്നറ്റിക് നേച്ചറാണ്. സോ അതിൻ്റെ യൂസേജ് എന്താ? മാനുഫാക്ചർ ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. പെർമനൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അൽനിക്കോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണത്. സെയിം പ്രൊപ്പോർഷനിൽ വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ കാരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാം എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിൻ്റെ അലൂമിനിയത്തിൻ്റെ ചില സവിശേഷതകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്താണ് നമുക്ക് പറയുന്നത്? ചില സവിശേഷതകൾ നമുക്ക് അലൂമിനിയത്തിൻ്റെ സവിശേഷതകൾ. അതായത് അലൂമിനിയം പണ്ട് കാലത്തൊക്കെ ഈ അലൂമിനിയത്തിന് വളരെ വില കൂടുതലായിരുന്നു. കാരണം നമ്മുടെ സ്വർണത്തേക്കാൾ വില കൂടുതലായിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പം സ്വർണത്തിന് സമയാസമയത്ത് വില കൂടുന്നില്ലേ? പക്ഷേ പണ്ട് കാലത്ത് ഈ സ്വർണത്തേക്കാൾ വില കൂടുതലായിരുന്നു എന്തിന്? അലൂമിനിയത്തിന്. എന്തായിരിക്കും അതിന് കാരണം? അന്ന് ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയത്തെ വേർതിരിച്ചിരിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ചിലവ് കൂടിയ പ്രോസസ്സായിരുന്നു. അതുകൊണ്ടാണ് അലൂമിനിയത്തെ ഇങ്ങനെ അന്ന് വില കൂടിയിരുന്നത്. ഓക്കെ, ഇപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അലൂമിനിയത്തെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കതിന് വില കുറയുകയും ചെയ്തു. ഓക്കെ, ഭാവിയിൽ ഇതേപോലെ തന്നെ അലൂമിനിയത്തിന് സംഭവിച്ച അതേ അവസ്ഥ തന്നെ ഗോൾഡിനും വന്നുകൂടായില്ല. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ചില അലൂമിനിയത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് സവിശേഷത നോക്കാം. അലൂമിനിയം സാധാരണക്കാരുടെ ലോഹം എന്നാണ് പറയുന്നത്. അതായത് അലൂമിനിയത്തെ സാധാരണക്കാരനായ ലോഹമാക്കി മാറ്റിയത് അതിൻ്റെ വേർതിരിക്കുന്നതിൻ്റെ ചിലവ് കുറച്ചതിന് ശേഷമാണ്. അതിന് മുമ്പൊക്കെ നല്ല സാധാരണക്കാരൻ്റെ ലോഹം എന്നല്ലായിരുന്നു, അത് അത്രയും പണമുള്ളവരുടെ ലോഹം തന്നെയായിരുന്നു. ഇപ്പം അത് ചീപ്പായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പം അലൂമിനിയം നമ്മുടെ സാധാരണക്കാരൻ്റെ ലോഹമാണ്. കാരണം എല്ലാ മിക്കവാറും ഒരു മെറ്റലിൻ്റെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും അലൂമിനിയം എന്നൊരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് പറയാൻ കാരണം. ഇതിൻ്റെ പ്രത്യേക ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് അലൂമിനിയത്തിൻ്റെ സവിശേഷതകളാണ്. ഒന്ന് തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. നിങ്ങൾ വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടാവും അല്ലേ? പാത്രത്തിനൊക്കെ നമുക്ക് അതിന് ഉയർന്ന താപനില ഉണ്ടാകുക, ചാലകത, അതായത് താപം കണ്ടക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. തെർമൽ കണ്ടക്ട് ചെയ്യാനുള്ള സവിശേഷത അലൂമിനിയത്തുണ്ട് അല്ലേ? അതുകൊണ്ടല്ല നിങ്ങൾ പാത്രം നിർമ്മിക്കാനായിട്ട് എടുക്കുന്നത്. അതിന് പകരം ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ട് നമുക്ക് ഇതിനുണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ഉണ്ടാവും. പക്ഷേ അതെന്ത് ചെയ്യും? ഒരുപാട് തുരുമ്പ് പോലത്തെ സബ്സ്റ്റൻസുകളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒന്ന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് എന്തുണ്ട്? അലൂമിനിയത്തുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമുക്കവിടെ വെച്ചിരിക്കുന്ന വയറുകളിലൊക്കെ മിക്കവാറും, അതായത് ഇലക്ട്രിക്കൽ വയറുകളിൽ നമ്മളെ KSEBയുടെ വയറിലൊക്കെ എന്താണ് വെച്ചിരിക്കുന്നത്? അലൂമിനിയമാണ്. പണ്ട് കാലത്ത് ഏറ്റവും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ഗോൾഡ് ദെൻ സിൽവറാണ്. പക്ഷേ ഗോൾഡും സിൽവറും ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓരോ തവണയും മാറ്റാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഈ കള്ളന്മാരൊക്കെ അത് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ കമ്പികളാണ്. അതെന്തുകൊണ്ടാണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. പിന്നെന്താണ്? മാലിയബിലിറ്റി, അതായത് ഈ അലൂമിനിയത്തെ വളരെ നേർത്ത ഇതാക്കിയിട്ട് മാറ്റാൻ പറ്റും. എന്താണ് മാലിയബിലിറ്റി എന്ന് പറയാം.
ഓക്കെ. മാലിബിലിറ്റിയും ഡക്റ്റബിലിറ്റിയും ഉണ്ട്. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ നേർത്തയാക്കാൻ പറ്റും സബ്സ്റ്റൻസ് മെറ്റലുകളെ നേർമയാക്കാൻ പറ്റുന്നതാണ് മാലിബിലിറ്റി. ഓക്കെ. എന്നാൽ ഡക്റ്റബിലിറ്റി എന്ന് പഠിക്കാണ്ട് ഡക്റ്റബിലിറ്റി ഉണ്ട്. ഡക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്താൻ പറ്റും, കനം കുറഞ്ഞ രീതിയിലാക്കാനും പറ്റും. അതോടൊപ്പം അതിൽ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യസ്ത കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കനം കുറയ്ക്കാൻ പറ്റും, കനം കുറഞ്ഞ സബ്സ്റ്റൻസുകളാക്കി മാറ്റാൻ പറ്റും. ഡക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കനം കുറഞ്ഞ് അടിച്ച് പരത്തി ഇതാക്കാൻ പറ്റും, വളരെ നേർത്ത രീതിയിലാക്കാനും പറ്റും. ഓക്കെ. എന്നാൽ മാലിബിലിറ്റിയും ഡക്റ്റബിലിറ്റി ഏറ്റവും കൂടുതലുള്ള എലമെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗോൾഡാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഗോൾഡിനാണുള്ളത്. അപ്പോൾ അലൂമിനിയത്തിനും മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റബിലിറ്റിയും ഉണ്ട്. ഓക്കെ. എന്നാൽ മറ്റുള്ള എലമെൻറ്റിൽ അത്രത്തോളം ഇല്ലെങ്കിലും അതിനുള്ള ആവശ്യത്തിനുണ്ട്. ഇനി ലോഹം പെട്ടെന്ന് നശിക്കുമോ? ഇതിന് അലൂമിനിയം എന്ന് പറയുന്നത് പെട്ടെന്ന് നശിക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അലൂമിനിയം നശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലൂമിനിയം പാത്രത്തിലെ കറുപ്പ് കുത്തുകൾ എന്ന് പറയുന്നത് അലൂമിനിയം ഓക്സൈഡാണ്. ഇത് ശാസ്ത്രം പറയുന്ന ഇത് നമ്മൾ ഇതിലൊക്കെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അടങ്ങിയിരിക്കുക, കറുപ്പ് കുത്തടങ്ങിയിരിക്കുക പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. കാരണം അലൂമിനിയം സാധാരണ കുഴപ്പമില്ല, അലൂമിനിയം പാത്രത്തിൽ കറുപ്പ് കുത്തായിട്ട് കിടക്കുന്നത് എന്താണ്? അലൂമിനിയം ഓക്സൈഡാണ്. ഇത് ക്യാൻസർ അതുപോലെ രോഗത്തിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ. അത് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡുകളാണ് അത്. അലൂമിനിയം വെറുതെ തുറന്നു വെച്ചാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ലേ? അപ്പോൾ ആ അലൂമിനിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയം ഓക്സൈഡാണ് കറുപ്പ് കുത്തുകൾ. അതുകൊണ്ട് ഈ അലൂമിനിയം പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറയുന്നില്ല. അതിൽ ഇങ്ങനെ കറുപ്പ് കുത്തുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കഴിയുന്നതും കഴിക്കാതിരിക്കുക, അത് ഒഴിവാക്കണം. ഓക്കെ. പക്ഷെ എന്താണ് ലോഹം നശിക്കുന്നില്ല എന്ന് പറയാമെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്നും കേട് വന്നു പോകില്ല. പക്ഷേ ഈ കറുപ്പ് കുത്തുകൾ വന്നിട്ട് അതേ രീതിയിലാണ് പിന്നെ കേട് വന്നു പോവുക. പക്ഷെ ആ കറുപ്പ് കുത്തുകളുള്ള പാത്രങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാം. ഓക്കെ. എന്തായാലും ലോഹം നശിക്കുന്നില്ല, അലൂമിനിയത്തിൻ്റെ എന്ന ലോഹം പെട്ടെന്നൊന്നും നശിക്കത്തില്ല. ഇനി ഭാരം കുറവാണ്, അലൂമിനിയത്തിൻ്റെ വെയിറ്റ് കുറവല്ലേ, അതിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ മെറ്റാലിക് ലെസ്റ്റർ. എന്താണ് മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ? നമുക്കിവിടെ പറയേണ്ടതാണ്. എന്താണ്? തിളക്കമുണ്ട്, അലൂമിനിയത്തിൻ്റെ അതിൻ്റെ തിളക്കമുള്ള ലോഹമാണ്. അല്ല, അതിൻ്റെ ഒന്ന് അലൂമിനിയത്തിൻ്റെ ഇതെടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുക. ഒരു മെറ്റലൊന്ന് എടുത്തിട്ട് മെല്ലെ ഇതാക്കി ആക്കിയിട്ട് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ മുറിച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു തിളക്കം കാണും. അതാണ് ഏതൊരു മെറ്റലിൻ്റെയും മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഒരു തിളക്കം കാണാം ആ മുറിച്ച ഭാഗത്ത്, അല്ലേ? അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ കേസിലും മെറ്റാലിക് ലെസ്റ്റർ ഉണ്ട്. ഓക്കെ, ക്ലിയർ? പിന്നെന്താ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അലൂമിനിയത്തിൻ്റെ പ്രത്യേകതകൾ പെടുന്നതാണ്. ഇനി നമുക്ക് ചില പ്രത്യേകതകൾ ഏത് സ്ഥലത്താണ് യൂസ് ചെയ്യപ്പെടുന്നത്, ആ പ്രത്യേകത ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സവിശേഷതകൾ പറഞ്ഞല്ലോ, ആ സവിശേഷതകൾ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ അലൂമിനിയത്തെ ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാ, ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതിൻ്റെ സമയത്ത് അലൂമിനിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ലോഹമാണ്. ഓക്കെ, ഇലക്ട്രിക്കലി കണ്ടക്ടിവിറ്റി ഉള്ള ലോഹം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വയറുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അലൂമിനിയത്തിൻ്റെ മെറ്റൽ ഉപയോഗിക്കാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി അടുത്ത് കിച്ചൺ അഡൻസിൽസ് എന്താ പറയുന്നത് എന്താണ്? നമ്മുടെ പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കണ്ടൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അത് നിർമ്മിക്കാൻ വെയിറ്റ് കുറവാണ്. ഒന്ന് വെയിറ്റ് കുറവാണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. പിന്നെ അതൊക്കെയാണ് അതിൻ്റെ പിന്നെന്താ അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നത്? ഇത്രയൊക്കെ തന്നെയാണ്. വെയിറ്റ് കുറവ്, പാത്രം പെട്ടെന്ന് നശിക്കത്തൊന്നുമില്ല. ഇതൊക്കെ ഒരു പാത്ര നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. മാലിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ കിച്ചൺ യൂട്ടൻസിൽസ് എന്ന് ഉപയോഗിക്കുന്നത്, അതായത് പാത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് വെയിറ്റ് കുറവാണ്. പിന്നെ എന്താണ്, വെയിറ്റ് കുറവാണ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തത് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. പിന്നെ എന്താണ്, മാലിയബിലിറ്റി ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, റിഫ്ലക്റ്റേഴ്സിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന തന്നെ മെറ്റാലിക് തിളക്കം വേണ്ടേ, റിഫ്ലക്റ്റേഴ്സിൽ നമുക്ക് തിളക്കത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചില ഈ ഇതിലൊക്കെ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ, അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ, നമ്മുടെ ടോർച്ചിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടാകും. അത് അലൂമിനിയത്തിൻ്റെ ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്താണ്, അതിന് തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് തിളക്കം കൂട്ടുമ്പോൾ അത് പല സ്ഥലത്തേക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ ഇത് പോകും. അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, മാത്രവുമല്ല നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയും അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എവിടെ, നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അലൂമിനിയം ഫോയിൽ വാങ്ങുന്നുണ്ട് അല്ലേ. ഈ അലൂമിനിയം ഫോയിൽ വാങ്ങുമ്പോൾ അത് ചൂട് കൂടാതിരിക്കാനും കേടുകൂടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അലൂമിനിയം ഫോയിലിൻ്റെ ഉള്ളിൽ ചുരുട്ടി കൊണ്ടുപോകുന്നത് അല്ലേ. പക്ഷെ അത് അത്രത്തോളം നല്ലതും അല്ല. കാരണം നാം നേരത്തെ പറഞ്ഞു അലൂമിനിയം ഓക്സൈഡുകളായിട്ട് മാറും. പെട്ടെന്നൊന്നും ആവില്ല, കുറേ കാലത്തോടെ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലൂമിനിയം ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, ക്യാൻസർ പോലെ രോഗത്തിന് കാരണമുണ്ട്. പെട്ടെന്ന് കാരണമാകും. ഓക്കെ, എന്നാൽ ഈ അലൂമിനിയം ഫോയിൽ കൊണ്ട് ചുരുട്ടി വെച്ചിട്ട് അത് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഫുഡ് അപ്പം തന്നെ കഴിക്കുമല്ലോ, എങ്ങനെയാണ് ഫുഡ് എപ്പോഴും കേട് വന്നുവല്ലോ. ഓക്കെ, അതുകൊണ്ട് ആ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അലൂമിനിയത്തിൻ്റെ പ്രത്യേക സവിശേഷതകൾ. അതിൻ്റെ എന്തിനൊക്കെ ആ സവിശേഷത ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മളിന്ന് അലോയ് സ്റ്റീലുകളും അതിൻ്റെ പ്രത്യേകതകളും പഠിച്ചു. പിന്നെ അലൂമിനിയത്തിൻ്റെ സവിശേഷതകളും അത് എന്തിനുപയോഗിക്കുന്നു, ആ സവിശേഷത ഉപയോഗിച്ചിട്ട് എന്തിനാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ അലൂമിനിയം നിർമ്മാണത്തെക്കുറിച്ചൊക്കെയാണ് അടുത്ത ക്ലാസ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.